ദാസ കർണാടക സംഗീതത്തിൽ പാടാൻ രചിച്ച പുരന്ദര ദാസ. ഇപ്പൊ നമ്മൾ മുമ്പേ പഠിച്ച ആരോപണമാരോപണമുണ്ടല്ലോ, ഇപ്പൊ പഠിച്ചില്ലേ? ഇവിടെ അവിടെ മുമ്പേ നിങ്ങൾ പഠിച്ചില്ലേ? എന്തുവാ ആരോപണം നമ്മൾ പാടില്ലേ? ഇതിനെ പറയുന്ന പേരാണ് വരിശകൾ. വരിശകൾ വരിശകൾ നിരയെന്നാണ്. ഓരോ നിരയായിട്ട് നമ്മളിങ്ങനെ പാട്ട് പഠിക്കും. അതിന് പറയുന്ന പേരാണ് വരിശ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വരിശ എക്സാമ്പിൾ ഒന്ന് പാടി കേൾപ്പിച്ചു തരാം. പിന്നെ നിങ്ങൾ പോയി ഏതെങ്കിലും പാഠശാലയിൽ പോയി പഠിക്കണം കേട്ടോ. നിങ്ങൾ ക്രിസ്മസിനാണ് കേട്ടത്. ശരി, ഒന്നിനും വരിശകൾ ഞാൻ പാടി കേൾപ്പിക്കാം. പാലപാടത്തിൽ ഒന്നാമത്തെ വരിശ ഇതാണ്. ഒരുപാട് പരീക്ഷകൾ. പിന്നെ നല്ല രസകരമായ ഒരു പരീക്ഷയാണ് ഇങ്ങനെ ഒരുപാട്. പിന്നെ നിങ്ങൾ കേട്ടോണ്ട് ഗീതകൾ ഇനി അതെല്ലാം നിങ്ങൾ സിനിമയിൽ എപ്പോഴും കേട്ടോളൂ. ഇത് സിനിമയിൽ വന്നിട്ടുള്ള പേരുമാണ് അപ്പോ ഇനി ഒരുപാട് കീർത്തനങ്ങൾ ഉണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം വേറെ പാഠഭാഗം ഉണ്ട്. കീർത്തനം ഇങ്ങനെ ഒരുപാട് കലയാഭിതേ ചരണാംബുജ സേവനം. ഇങ്ങനെ ധാരാളം രാഗങ്ങളുണ്ട്, ധാരാളം പിന്നെ എന്താ പറയുക ഒരുപാട് വരിശകളുണ്ട്, ഒരുപാട് കീർത്തനങ്ങളുണ്ട്. ഇതിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് പിന്നെ ദേശഭക്തി ഗാനങ്ങളും ഉണ്ട്. ഭാരത സമുദായം വാഴവേ വാഴ വാഴ, ഭാരത സമുദായം വാഴവേ. ആ നല്ലൊരു ദേശഭക്തികാരാണ് ഇത് എഴുതിയത്. പിന്നെ പെട്ടെന്ന് സംസാരിക്കാൻ നമുക്ക് ഓർമ്മയുണ്ട്. ഇനി പാറുപുള്ളേ നല്ല നാട് എങ്കിൽ ഭാരതനാട് ഭാരതനാട് പാറുപുള്ളേ നല്ല നാട്. ഇതൊരു ദേശഭക്തിയാണ്. പിന്നെ പാടാൻ അറിയാമോ? അറിയാലോ. ഇനി അടുത്ത പിന്നെ പയ്യെ സുജലാം
പിന്നെ സമയം ചെല്ലുമ്പോൾ നമ്മൾ ഒന്ന് ചെറിയൊരു ഒരു നാടൻ പാട്ട് നമ്മുടെ ചേട്ടൻ പാടും. അത് പാടിയതിനു ശേഷം നമ്മൾ ക്രിസ്മസിന് നടത്തും. ക്രിസ്മസിന് നടത്തിയിട്ട് നമ്മൾ സമ്മാനമായത് ജനഗണമനയും പാടിപ്പിക്കും കേട്ടോ. ശരി. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു നാടൻപാട്ടാണ്. ഓണമായിട്ട് ബന്ധപ്പെട്ടതാണ്. എല്ലാവർക്കും അറിയാം. കൂടെ വായിക്കണം കേട്ടല്ലോ. ആ കുഞ്ഞാഞ്ഞേ കുഞ്ഞാഞ്ഞേ തിരിയോണം വന്നല്ലേ കുഞ്ഞാഞ്ഞേ 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 തിരിയോണം വന്നല്ലേ കുഞ്ഞാഞ്ഞേ ക്രിസ്മസിനാണ്. എല്ലാവരും ആരും പേന താഴ്ത്തി വയ്ക്കാൻ പറയുമ്പോൾ പേന താഴ്ത്തി വയ്ക്കണം. 10 ക്വസ്റ്റ്യനാവും പറയണം. അപ്പോ ക്രിസ്മസിനാണ്. ക്രിസ്മസ് ചോദ്യം ഒന്നാമത്തെ ചോദ്യം, ആരും കണ്ടെഴുതരുത്. കണ്ടെഴുതിയോ കുറച്ച് സമ്മാനങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത്, കൂടുതൽ സമ്മാനമില്ല. അതുകൊണ്ട് ആരും കണ്ടെഴുതരുത്. നോക്കി എഴുതാം. കണ്ടെഴുതരുത്, നോക്കി എഴുതാം. ചോദ്യം ഉത്തരം മാത്രം. എന്നിട്ട് അവരോട് തന്നെയാണ് വാല്യൂ ചെയ്യുന്നത്. അപ്പം സത്യസന്ധമായിട്ട് പറയാവുന്നതായിരിക്കും. പ്രകൃതിയിലുണ്ടാകുന്ന ശബ്ദത്തിന്റെ പേരെന്ത്? ഒന്നായി ക്വസ്റ്റ്യൻ. പ്രകൃതിയിൽ ഉണ്ടാകുന്ന താളത്തിന്റെ പേരെന്ത്? പ്രകൃതിയിൽ ഉണ്ടാകുന്ന താളത്തിന്റെ പേരെന്ത്? സംഗീതത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ലിപിക്ക് പറയുന്ന പേരെന്ത്? അടുത്ത ക്വസ്റ്റ്യൻ പറയാൻ പോവാ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞല്ലേ, ഇത് കേട്ടോണ്ടിരിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ പ്രകൃതിയിലുണ്ടാകുന്ന താളത്തിന്റെ പേരെന്ത്? എഴുതിയ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാനേ. സംഗീതത്തിന്റെ ലിപികൾക്ക് പറയുന്ന പേരെന്ത്? ആരും പറഞ്ഞു കൊടുക്കരുത്.
ജനഗണമന എഴുതിയതാണ്. ജനഗണമന ഏത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്? സ്വരങ്ങളെ മുകളിലേക്ക് പാടുന്നതിന് എന്ത് പറയും? സ്വരങ്ങളെ മുകളിലേക്ക് പാടുന്നതിന് സ്വരങ്ങളെ താഴോട്ട് പാടുന്നതിന് എന്ത് പറയും? ഒരു വാദ്യത്തിന്റെ പേരെഴുത്. ഒരു വാദ്യത്തിന്റെ പേരെഴുത്. ഏതെങ്കിലും ഒരു വാദ്യത്തിന്റെ പേരെഴുത്. പാട്ട് വായിക്കുന്ന വാദ്യങ്ങൾക്ക് പറയുന്ന പേരെന്ത്? പാട്ട് വായിക്കുന്ന വാദ്യങ്ങൾക്ക് പറയുന്ന പേരെന്ത്? 10 ക്വസ്റ്റ്യനായേ? ആ 9 ആണോ? ഉത്തരമായി. അപ്പൊ ശരി, ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പ്രകൃതി ശബ്ദം എന്ന് എഴുതിയിട്ടുള്ളവർ ടിക്ക് ചെയ്യുക. അടുത്തത് പിന്നെ പ്രകൃതി താളം എഴുതിയവർ ടിക്ക് ചെയ്യുക. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാം. 20 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാമെന്നാണ്. പക്ഷേ സമയം ചുരുക്കം ചോദിക്കുന്നില്ല. അടുത്ത ചോദ്യം ഇതായിരുന്നു. സംഗീതത്തിന്റെ ലിപികള് സരിഗമപദങ്ങൾ എഴുതിയോടെ ടിക്ക് ചെയ്യുക. എഴുതരുത്. അടുത്തെന്തുവാണ് ചോദിച്ചത്? അടുത്ത ചോദിച്ചെന്തുവാ? താളത്തിന്റെ ലിപികള് ആണോ? എഴുതിയ എന്തുവാ? എഴുതിയ. അടുത്ത ചോദ്യം. ചോദ്യം നിങ്ങൾ ഓർമ്മിച്ചിരുന്നോ? ദേശീയ ഗാനം എഴുതിയതാരും ടാഗോർ എഴുതിയിട്ടുള്ളവർക്ക് ടിക്കിടാം. എഴുതിയ ഭാഷ ബംഗാളിയിൽ എഴുതിയവർക്ക് ടിക്കിടാം. അടുത്തത് മുകളിലേക്ക് സ്വരങ്ങൾ മുകളിലേക്ക് പാടുന്നത് എന്ത് പറയാം? ആരോപണം എഴുതിയവർക്ക് ടിക്ക് ചെയ്യാം. തിരിച്ചറിയുന്ന അവരോഹണം എഴുതിയവർക്ക് ടിക്ക് ചെയ്യാം. അടുത്തെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു വാദ്യം, ഏതെങ്കിലും ഇഷ്ടമുള്ള വാദ്യം എഴുതിയവർക്ക് ടിക്ക് ചെയ്യാം. എഴുതല്. ഇനി അടുത്തെന്തുവാ? രാഷ്ട്രീയ ചോദിച്ചെന്തുവാ? അല്ല, ലാസ്റ്റ് സംഗീതപരം എഴുതിയല്ല. പാട്ട് വായിക്കുന്ന വാദ്യത്തിന് പറയുന്ന പേരെന്ത്? ഗാനവാദ്യം എഴുതിയവർക്ക് ഇടാം. അതൊന്നും പറയത്തില്ല, ഗാനവാദ്യം തന്നെ എഴുതണം. ശരി. അപ്പൊ 10 ആയേ? 10 പറഞ്ഞ പിന്നെ എന്റെ മനസ്സിൽ തോന്നി മനസ്സിലായോ? 10. ശരി, ആയിക്കോട്ടെ. 10ൽ 10 ശരിയായിട്ടുള്ള കൈ വെക്കുക. 10ൽ 10. 10ൽ 9. 9 കള്ളം പറയരുത്. 9 ശരിയായിട്ട് എഴുതുള്ളൂ. എഴുതിയോ? 8. 9 എത്ര കിട്ടിയോ? 9 കിട്ടിയോ? കഴിഞ്ഞോ? എട്ട് കിട്ടിയവരെ ഉണ്ടോ? 8, 7. അറിയോ? എന്താ ആൾക്കാർ സമ്മാനം കൊണ്ട് വരണ്ട. ഏറ്റവും മുമ്പിൽ ഇരുന്ന ഒരു സമ്മാനം കിട്ടില്ല. 7. എത്ര? 7, 6, 5, 4, 3, 2, 1.
നമ്മുടെ സാറിന്റെ സംഗീത പരിപാടി ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. സാർ ഇപ്പോഴും സമ്മാനം കൊണ്ടുവരും. നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരും നിശബ്ദരായിരിക്കുക. സാറ് എല്ലാവർക്കും സമ്മാനം കൊണ്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി, നമ്മുടെ ഈ ഒരു ദിവസത്തെ ഏകദിന ശില്പശാലയിലെ രണ്ടാമത്തെ സെഷനായ ചിത്രകലാ പഠനം, അതിന്റെ ആരംഭത്തെ കുറിച്ചുള്ള നല്ലൊരു ക്ലാസ് ഇവിടെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. സാറിന് ഒരുപാട് സമയവും ദിവസവും കിട്ടുകയാണെങ്കിൽ മാത്രമേ സംഗീതത്തെ പറ്റിയുള്ള പൂർണ്ണമായ ഒരു ആശയം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരാൻ കഴിയുകയുള്ളൂ. എന്നാലും ഇത്രയും സമയം നമുക്ക് നല്ല ഒരു സംഗീത പഠന ക്യാമ്പ് ഇവിടെ നമുക്ക് സമ്മാനിച്ച ബൽസിന്റെ സാറിനും അതുപോലെ പ്രശാന്ത് സാറിനും നമ്മുടെ സ്കൂളിന്റെ പേരില് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ശില്പശാലയുടെ അവസാന ഇനമായ മാജിക് ഷോ ആരംഭിക്കാൻ പോവുകയാണ്. അവതരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ വിളിയം ബി ഹരികുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. വിളിയം ബി ഹരികുമാറിനെ മാജിക് ഷോ അവതരിപ്പിക്കുന്നത്